പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിയർ എന്ന തമിഴ് മൂവിയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. 2024 റിലീസായ റൊമാൻസ് ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് ഡിയർ. ആനന്ദ് രവിചന്ദ്രൻ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ ജി വി പ്രകാശ്, ഐശ്വര്യ രാജേഷ്, രോഹിണി എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ സൗണ്ട് കേട്ടാൽ പോലും ഞെട്ടി ഉണരുന്ന ലൈറ്റ് സ്ലീപ്പറായിട്ടുള്ള നായകനും കൂർക്കം വലി ഒരു പ്രശ്നമായിട്ടുള്ള നായികയും തമ്മിൽ ഒരു ഘട്ടത്തിൽ വിവാഹിതരാവുന്നതും അതിനുശേഷം പിന്നീട് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഡിയർ എന്ന തമിഴ് സിനിമ ഇപ്പോൾ മലയാളം ഡബ്ബിംഗിൽ ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി നെറ്റ്ഫ്ലിക്സിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചവരെല്ലാം തന്നെ അവരുടേതായ കഥാപാത്രങ്ങളെ അത്യാവശ്യം ഡീസൻ്റായി തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നു. സിനിമയുടെ മേക്കിങ്ങും ടെക്നിക്കൽ വശങ്ങളും സാഹചര്യത്തിന് അനുസൃതമായി വരുന്ന മ്യൂസിക്കുമൊക്കെ മികച്ചതായി തന്നെ അനുഭവപ്പെട്ടു. സ്റ്റോറി വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തമിഴിൽ തന്നെ മുൻപ് റിലീസായിട്ടുള്ള ഗുഡ് നൈറ്റ് എന്ന സിനിമയുമായി സാമ്യം തോന്നിക്കുന്ന വിധത്തിലുള്ള സ്റ്റോറി ലൈനോടെ തന്നെയാണ് ഈ ചിത്രവും കഥ പറഞ്ഞു പോകുന്നത്. അതിൽ നായകൻ്റെ പ്രശ്നമായിരുന്നെങ്കിൽ ഈ സിനിമയിൽ നായികക്കാണ് പ്രശ്നമെന്നുള്ളതും അവസാനം മറ്റൊരു ഇമോഷണൽ ട്രാക്ക് കൂടി ആഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതുമാണ് ചെറിയൊരു വ്യത്യാസം. അതുകൊണ്ട് തന്നെ കഥാപരമായി പ്രത്യേകിച്ച് ഒരു ഫ്രഷ്നെസ്സോ വ്യത്യസ്തതയോ ഒന്നും ഫീൽ ചെയ്തില്ല. റിലേഷൻഷിപ്പുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിലൂടെ അവസാനം അവർ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുമൊക്കെ ഒരു റൊമാൻസ് ഫീൽ ഗുഡ് ഡ്രാമ എന്ന രീതിയിൽ അത്യാവശ്യം നീറ്റായി തന്നെ പ്രസൻറ്റ് ചെയ്യാനായി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ നായകനും നായികയും തമ്മിലുള്ള പ്രശ്നങ്ങളായാലും ഇമോഷൻസ് ആയാലും റൊമാൻസ് ആയാലും ഒക്കെ തന്നെ ഒട്ടും എഫക്റ്റീവായി തോന്നിക്കാത്ത വിധത്തിൽ ഇടയ്ക്കിടയ്ക്ക് മാസങ്ങൾക്ക് ശേഷം ദിവസങ്ങൾക്ക് ശേഷം എന്നിങ്ങനെ കാണിച്ചുകൊണ്ട് ഭയങ്കര ഫാസ്റ്റ് ഫോർവേഡിംഗ് ആയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. കൂടാതെ ഇതേ സ്റ്റോറിയോടെ മറ്റൊരു സിനിമ വന്നതുകൊണ്ടാവാം സെക്കൻഡ് ഹാഫിലൊക്കെ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ഇമോഷണൽ ട്രാക്കൊക്കെ ആഡ് ചെയ്ത് സിനിമയെ മറ്റൊരു രീതിയിലൊക്കെ കൊണ്ടുപോകാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള പല രംഗങ്ങൾക്കും ഒരു ഇമോഷണൽ കണക്ഷനൊന്നും കൊണ്ടുവരാൻ സാധിക്കാത്തതുപോലെ പലയിടത്തും ഒട്ടും ഒറിജിനാലിറ്റി ഒന്നും തോന്നിക്കാത്ത വിധത്തിൽ ആർട്ടിഫിഷ്യലായൊക്കെ ഫീൽ ചെയ്തു. സിനിമയുടെ തുടക്കവും ആദ്യ പകുതിയുമൊക്കെ രസകരമായി തന്നെയാണ് ആരംഭിച്ചത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് സിനിമയെ അവതരിപ്പിച്ചിരിക്കുന്നത് അത്ര എഫക്റ്റീവായി തോന്നിയില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ റൊമാൻസ് ഫീൽ ഗുഡ് ഡ്രാമ സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു ഏവറേജോ അതിൽ താഴെയോ വരുന്ന തമിഴ് മൂവിയാണ് ഡിയർ എന്ന് പറയാം. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഈ സിനിമ ഇതിനോടൊപ്പം തന്നെ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതിനോടൊപ്പം കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.